സിന്ധു നദീതട സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീന നഗരസംസ്കാരങ്ങളിലൊന്നാണ് സിന്ധു നദീതട സംസ്കാരം. ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നു. സിന്ധു സംസ്കാരത്തിന്റെ പ്രധാന നഗരഘട്ടം ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 2600 മുതൽ 1900 വരെയാണ്. ഇതിനു മുമ്പും ശേഷവും വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന കേന്ദ്രങ്ങൾ ഹാരപ്പ, മോഹൻജൊദാരോ, ധോലാവിര, ലോഥൽ, കാലിബംഗൻ, റാഖിഗലി എന്നിവയാണ് പ്രധാന ഹാരപ്പൻ കേന്ദ്രങ്ങൾ. ഇവ വിവിധ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്നു. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത ആസൂത്രിതമായ നഗരവിന്യാസമാണ്. വീതിയുള്ള റോഡുകളും കൃത്യമായ തെരുവുകളും നഗരങ്ങളിൽ കാണാം. ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നത്. വീടുകളിൽ മുറികളും കുളിമുറികളും ചിലപ്പോൾ സ്വകാര്യ കിണറുകളും ഉണ്ടായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ് ശാസ്ത്രീയമായ മലിനജല നിർമ്മാർജ്ജന സംവിധാനം. വീടുകളിൽ നിന്നുള്ള വെള്ളം മൂടിയ ഓടകളിലൂടെ ഒഴുക്കിയിരുന്നു. ഗുജറാത്തിലെ ലോഥൽ ഒരു പ്രധാന ഹാരപ്പൻ തുറമുഖ നഗരമായിരുന്നു. ഇവിടെ കണ്ടെത്തിയ ഡോക്യാർഡ് സമുദ്രവ്യാപാരത്തിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. കൃഷിയായിരുന്നു പ്രധാന ഉപജീവനമാർഗം. ഗോതമ്പ്, ഏവം തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തു. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം വിദേശവ്യാപാരവും നടന്നിരുന്നു. ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന ലിപി ഇതുവരെ പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുദ്രകളിലും മൺപാത്രങ്ങളിലുമാണ് പ്രധാനമായും ഈ ചിഹ്നങ്ങൾ കണ്ടെത്തിയത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന പുരാവസ്തുക്കളാണ് മുദ്രകൾ. സ്റ്റിയാറ്റേറ്റ് ഉപയോഗിച്ചുള്ള മുദ്രകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും ലിപിചിഹ്നങ്ങളും കാണാം. മാതൃദേവതാ ആരാധനയും പ്രകൃതിയോടുള്ള ആരാധനയും ഉണ്ടായിരുന്നുവെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. പശുപതി രൂപത്തിലുള്ള ഒരു മുദ്രയും പ്രസിദ്ധമാണ്. വെങ്കലത്തിൽ നിർമ്മിച്ച പ്രശസ്തമായ ഡാൻസിംഗ് ഗേൾ പ്രതിമ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തി. മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ, ശില്പങ്ങൾ എന്നിവയിലും അവർ മികവ് പുലർത്തി. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 1900 ശേഷം ഹാരപ്പൻ നഗരസംസ്കാരത്തിന്റെ തകർച്ച ആരംഭിച്ചു. കാലാവസ്ഥാ മാറ്റം, നദികളുടെ ഗതിമാറ്റം തുടങ്ങിയ കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ടാകാമെന്ന് കരുതുന്നു.